ഞാൻ എൻ്റെ ഭാര്യയുടെ ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന സമയത്ത് ആദ്യം തന്നെ എന്താണ് അങ്ങനെ ചെയ്തത് എന്നോട് പറയുമ്പോൾ അവൾ ആദ്യം ഫോക്കസ് ചെയ്യുക എന്ത് നന്ദിയില്ലാത്ത മനുഷ്യനാണ് ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്താൽ അയാൾ ഇതേ പറയുള്ളൂ എന്നുള്ള രീതിയിലാണ്. ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനലിക്ക പക്ഷേ അത് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇരുന്ന് ചിന്തിച്ചപ്പോഴേ അൽഹംദുലില്ലാഹ് പഠിച്ചോൻ്റെ വലിയ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ ലൈഫിലോട്ട് വന്ന് ഒരുപാട് കാര്യങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ വന്നപ്പോൾ ഈ ഒരു സംസാരം തുടങ്ങി അപ്പോൾ ഓർക്കൊരു വല്ലാത്തൊരു ഫീൽ വരും. ലൈക്ക് റെസ്പെക്ട് കൈക്കൂലി എടുത്ത് ഇത് ഇതിൻ്റെ ഒരു ഇതാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് ഇതേ എനിക്ക് തിരുത്തി തരണേ. എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ മറ്റൊരു അത് എൻ്റെ ഒരു ഇതിൽ അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ മുന്നൊരു മിസ്റ്റേക്ക് എനിക്കറിയാം ഒന്നും പറയണ്ട, നമ്മൾ തന്നെ അറിയില്ല, ഓരെന്നെ എന്താക്കും പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമായിട്ട് തോന്നിയോ അപ്പോഴേ അയാൾക്കത് മാറാൻ തോന്നുള്ളൂ. അപ്രീസിയേഷൻ്റെ പ്രത്യേകം എന്താണെന്നറിയോ, അപ്രീസിയേഷൻ അയാളെ ഉഷാറാക്കി കൊണ്ടുവരും. അത് റിലേഷൻഷിപ്പിൽ ആൾക്കാർ കുറച്ചേ കൊണ്ടുവരുള്ളൂ. കുറ്റം മാത്രം എടുത്ത് പറയുന്ന ഒരാളേന്ന് നല്ല ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സമയത്തും കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അപ്രിസിയേഷൻ കിട്ടുന്ന ഒരാളെടുത്തുനിന്ന് ഒരു കറക്ഷൻ കിട്ടുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് പൊതുവെ ഇപ്പൊ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഇപ്പൊ ഏത് ഫീൽഡിലാണെങ്കിലും ഒരാളും ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ പോലും കുറ്റം മാത്രം പറഞ്ഞ ടീച്ചർമാർ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. നല്ലതും പറയാ, അതിനിടെ കൂടെ ആവശ്യമുള്ള സമയത്ത് കറക്ഷൻസ് കൊണ്ടുവരിക എന്നുള്ള സംഭവം ശരിക്കും മൈൻഡിലേക്ക് സാർ